ഹലോ അസ്സലാമലൈക്കും. ഇന്നലെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ വന്നിട്ടുള്ള ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഹോട്ടൽ സ്റ്റൈൽ ഇറച്ചിച്ചോറ് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ വീട്ടിലും. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാൽ അതിനായിട്ട് ഇതാ നല്ല ബീഫ് കഴുകി വൃത്തിയാക്കിയിട്ട് എല്ലോട് കൂടിയിട്ടുള്ള ബീഫായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ കൂടിയിട്ടുള്ള ബീഫ് എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മളെ ഇറച്ചിച്ചോറ് ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 4 സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അത് വഴന്ന് വരുമ്പോഴത്തേന് നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട്. അത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചിട്ടാൽ മതി. പച്ചമുളക് കേട്ടോ കൂടുതൽ ഇടേണ്ടത്. അപ്പോൾ ഇതാ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇല്ലി കരിവേപ്പിൻ്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. അത് വന്ന് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഇനി തക്കാളിയാണ്. അപ്പോൾ ഞാൻ 3 തക്കാളി വലിയ തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ 4 തക്കാളി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 തക്കാളി അരിഞ്ഞത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ചപ്പ് പിന്നെ പുതിന ഇവയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ളത് നാരങ്ങൻ്റെ നീരാട്ടോ. അപ്പോൾ ഒരു നാരങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലിയ നാരങ്ങ ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി അതിൻ്റെ നീരും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള നമുക്കിത് രണ്ട് പൊടികൾ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മളെ മല്ലിപ്പൊടി 3 സ്പൂണും മുളക് പൊടി 1.5 സ്പൂണും എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്നൊന്ന് വറുത്തെടുത്ത് വരാം കേട്ടോ. അപ്പോൾ അതും കൂടി വറുത്തെടുത്തിട്ട് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള നമുക്ക് ബീഫ് കഴുകി വൃത്തിയാക്കിയ ബീഫ് ഇട്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബീഫ് ചേർത്തിട്ട് ഇതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല പൗഡർ, 1.5 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1.5 സ്പൂണ് നമ്മളെ ബീഫ് മസാല പൗഡർ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അങ്ങനെ കുക്കർ മൂടി വെച്ചിട്ട് 4 വിസിലായിട്ട് ഞാൻ അടുപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേണം കേട്ടോ വിസിലടുപ്പിച്ചാൻ. അപ്പോൾ ഞാൻ വലിയ മൂപ്പില്ലാത്ത ബീഫായിരുന്നു കേട്ടോ. അതുകൊണ്ടാട്ടോ പെട്ടെന്ന് വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4 വിസിൽ അടുപ്പിച്ചിട്ടോ. പിന്നെ വേറെ പാത്രം വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ 1 സവാള ഇവയെല്ലാം ഇട്ടിട്ട് ഒന്ന് ഓയിലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 6 ഗ്ലാസ് അരിയുള്ളത്. അപ്പോൾ 1.5 ഗ്ലാസ് അങ്ങനെ കണക്കാക്കിയിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് നമ്മളെ ബീഫടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അരി നല്ല കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 1/2 വേവ് മതിയിട്ട് അരി. പിന്നെ നമ്മൾ ആ ബീഫിൻ്റെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ വെന്തിട്ട് കേട്ടോ. ഫുള്ളായിട്ട് നന്നായിട്ട് വെന്ത് ഒടയാതെ നോക്കണം കേട്ടോ അരി. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ബീഫ് ഉണ്ടല്ലോ വേവിച്ച ബീഫ് അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പണ്ടിയിൽ ബീഫിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലേനല്ലോ, അങ്ങനെ വേവിച്ചെടുത്തല്ലേനോ ബീഫ്. അപ്പോൾ അതും കൂടി ഒന്ന് ആകെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ബീഫിൻ്റെ മസാലയും എല്ലാതും ചോറും മസാലയും ഒക്കെ പാടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു 10 മിനിറ്റ് ഏറിയ 10 മിനിറ്റ് മതിട്ടോ ഒന്ന് ദമ്മിൽ കിടന്നൊന്ന് വേവിച്ചാൽ. അങ്ങനെ എല്ലാം ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് ഞാൻ 1.5 സ്പൂണ് നെയ്യ് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 സ്പൂൺ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടി ഞാൻ കുറച്ച് ചപ്പുണ്ടല്ലോ ചപ്പും കൂടി ഒന്ന് മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ കേട്ടോ സിമ്മിലാക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇറച്ചിച്ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റിലുള്ള ഇറച്ചിച്ചോറ് നമുക്ക് വീട്ടിലും തയ്യാറാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഇറച്ചിച്ചോറ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.